കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടം. 2025-26 സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി മൂല്യം 17% ഉയർന്ന് $2.136 ബില്യൺ. രാജ്യത്തിന്റെ കാപ്പി കയറ്റുമതി 2025-26 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ഉയരത്തിലെത്തി. കഴിഞ്ഞ വർഷത്തെ $1.82 ബില്യൺ നിന്നും 17% വർദ്ധിച്ച് $2.136 ബില്യൺ കയറ്റുമതി മൂല്യം ഉയർന്നത്. കാപ്പി ബോർഡിന്റെ കണക്കുകൾ പ്രകാരം കയറ്റുമതി വോളിയം 4.65% വർദ്ധിച്ച് 4.07 ലക്ഷം ടണ്ണായി. രൂപയിൽ കണക്കാക്കുമ്പോൾ കയറ്റുമതി 22%-ലേറെ ഉയർന്ന് 18,887 കോടി രൂപയായി. കാപ്പി കയറ്റുമതിക്കാരുടെ സംഘടനയുടെ അഭിപ്രായത്തിൽ ഉയർന്ന വിളവും അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധനവും ഈ വളർച്ചയ്ക്ക് വഴിവെച്ചു. യൂറോപ്പ് ഇന്ത്യൻ കാപ്പിയുടെ പ്രധാന വിപണിയായതിനാൽ അവിടേക്കുള്ള കയറ്റുമതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ലോജിസ്റ്റിക് തടസ്സങ്ങൾ സൃഷ്ടിച്ച് കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട്. ഇറ്റലി, ജർമ്മനി, റഷ്യ, ബെൽജിയം, തുർക്കി എന്നിവയാണ് പ്രധാന കയറ്റുമതി രാജ്യങ്ങൾ. ആഗോള വിപണിയിലെ ശക്തമായ ആവശ്യവും ഉയർന്ന വിലയും മൂലം കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി മൂല്യം ഏകദേശം ഇരട്ടിയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ നിലവിലുള്ള ബഫർ മാനദണ്ഡങ്ങളുടെ 3 ഇരട്ടി ഭക്ഷ്യധാന്യ സ്റ്റോക്ക് ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഗോതമ്പും അരിയും ഉൾപ്പെടെ ഏകദേശം 602 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യശേഖരം നിലവിലുണ്ടെന്നും പൊതുവിതരണത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കും ഇത് മതിയാകുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വ്യക്തമാക്കി. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് പുറത്തുവരുന്നത്. നിലവിൽ ഇന്ത്യയിൽ 222 ലക്ഷം മെട്രിക് ടൺ ഗോതമ്പും 380 ലക്ഷം മെട്രിക് ടൺ അരിയും ഉൾപ്പെടെ മൊത്തം 602 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇത് നിർദ്ദിഷ്ട ബഫർ സ്റ്റോക്ക് മാനദണ്ഡങ്ങളെക്കാൾ 3 മടങ്ങ് കൂടുതലാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. പൊതുവിതരണ സംവിധാനത്തിനും അടിയന്തര സാഹചര്യങ്ങൾക്കും ഈ ശേഖരം മതിയാകുമെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. അതോടൊപ്പം ഇന്തോനേഷ്യ, മലേഷ്യ, റഷ്യ, ഉക്രൈൻ, അർജന്റീന, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി സ്ഥിരതയോടെ തുടരുന്നതും ഭക്ഷ്യവിതരണം ഉറപ്പാക്കുന്നതിൽ സഹായകമാകുന്നു. കടുകുൽപാദനത്തിലെ വർധനവോടെ ഭക്ഷ്യ എണ്ണ ലഭ്യതയും മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.